സുഹൃത്തുക്കളെ, നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് വല്ല കുറ്റമോ മറ്റോ പറയുമ്പോൾ നമുക്ക് വേദന വരാറുണ്ടോ? അതിയായ സങ്കടം വരാറുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിചിത്രമായ കഥ നമുക്ക് വേണ്ടിയുള്ളതാണ്. പണ്ട്, പക്ഷെ ഒത്തിരി പണ്ടൊന്നുമല്ല കേട്ടോ. ഒരു വിചിത്രമായ ഗ്രാമമുണ്ടായിരുന്നു. മനുഷ്യരെല്ലാം വലിയ ശാപത്തിലായിരുന്നു. അവർ മറ്റുള്ളവരുടെ ഒരു മോശപ്പെട്ട കാര്യമോ വാക്കോ കളവോ പറഞ്ഞാൽ ആ വാക്കുകൾ ഉടൻ തന്നെ കല്ലായി മാറി അവരുടെ പുറത്തുള്ള ബാഗിൽ വന്ന് വീഴും. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാവരും കനത്ത കല്ലുകൾ ചുമന്ന് കൂനു വന്നവരായി മാറി. അവരുടെ നടത്തം പോലും ഇന്ന് വലിയൊരു ഭാരമാണ്. അവിടേക്കാണ് ഒരു കൊച്ചു ബാലൻ കടന്നു വന്നത്. അവന്റെ തോളിൽ ഭാരമുള്ള ബാഗുകൾ ഇല്ലായിരുന്നു. അവൻ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. ആരെ കണ്ടാലും അവൻ നല്ല വാക്കുകൾ മാത്രം പറഞ്ഞു. അവൻ ഒരാളോട് നന്ദി എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ തോളിലെ ഒരു കല്ല് പെട്ടെന്ന് സുഗന്ധമുള്ള പൂവായി മാറി. അവൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു കല്ല് വെളിച്ചമായി വായുവിൽ അലിഞ്ഞുപോയി. ഗ്രാമവാസികൾക്ക് ഇത് കണ്ടപ്പോൾ അത്ഭുതമായി. ആ ബാലനെ അവരോട് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന വേദനയും ഭാരവും യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഭാരമായി മാറുകയാണ്. നിങ്ങൾക്ക് തന്നെ ഭാരമായി മാറുകയാണ്. നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ മാത്രമല്ല നിങ്ങളുടെ ഭാരവും ഇല്ലാതാകും. മെല്ലെ മെല്ലെ ആ ഗ്രാമം മാറിത്തുടങ്ങി. ആളുകൾ പരസ്പരം സ്നേഹിക്കുവാനും നല്ല വാക്കുകൾ പറയാനും തുടങ്ങി. എല്ലാവരുടെയും ഭാരം അല്പാൽപമായി കുറഞ്ഞുകൊണ്ടിരുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അത് നമുക്ക് തന്നെ മനസ്സിൽ വലിയ ഭാരമായി മാറുകയാണ്. അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? ഇന്ന് മുതൽ ഒരാൾക്കെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഏത് തന്നെയാണ് പങ്കുവെക്കുമ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. മറക്കരുത്. നന്ദി, നമസ്കാരം.